السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. മരിച്ചുപോയവർക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ലത്. ഹയാത്തുള്ളവർ ഒരു അമൽ ചെയ്ത് അതിൻ്റെ സവാബ് പ്രതിഫലം മരിച്ചുപോയവർക്ക് വേണ്ടി ഹദിയ ചെയ്യുകയും അതിൻ്റെ സവാബ് അവരിലേക്ക് എത്താൻ വേണ്ടി ഇസാലു സവാബ് കൊണ്ട് ദുആ നടത്തുകയൊക്കെ ചെയ്താൽ ഫലം കിട്ടുന്ന ധാരാളം അമലുകൾ ഉണ്ട്. സുന്നത്തായി നമ്മൾ ചെയ്യുന്ന അമലുകൾ അങ്ങനെ അവർക്ക് വേണ്ടി സദഖയായി ഹദിയയായി ചെയ്യുകയും അതിൻ്റെ സവാബ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അതാണ് അതിൻ്റെ ആകത്തുക. എന്നാൽ ഫർളായ സംഗതികൾ മരിച്ച ആൾക്ക് ഉണ്ടായിരുന്നു. അത് ജീവിച്ചിരിപ്പുള്ളവർ വീട്ടിയാൽ മതിയാകുമോ? തർക്കമതല്ലാതെ വീട്ടിയാൽ മതിയാകുന്നു, വീട്ടേണ്ടതുമാണ്. ഹജ്ജ് നിർബന്ധമായ ഒരാൾ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് മരിച്ചുപോയി. എന്തെങ്കിലും അല്ല ചില്ലറ കാര്യങ്ങളായിരിക്കും പോകാതിരിക്കാൻ കാരണം. നമ്മളെ നാടുകളിലൊക്കെ ചിലരുടെ വിചാരം ഹജ്ജ് അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ നിർബന്ധമുള്ളൂ, ഒറ്റ പ്രാവശ്യം. അപ്പൊ എപ്പോഴെങ്കിലും ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ച് അങ്ങനെ പിന്തിക്കും. ഓരോ വർഷവും നമ്മൾ അടുത്ത വർഷമാക്കാന്ന് വിചാരിക്കും. അവസാനം അതിനിടക്ക് മരിച്ചു. ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെ വളരെ നിർബന്ധമായൊരു സംഗതി ആണ്. അവകാശികൾ ശ്രദ്ധിക്കാതെ പോകുന്നതും അള്ളാഹുവിൻ്റെ അടുത്ത് കടപ്പെട്ട ഒരു സംഗതിയുമാണ്. ഇയാൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കണം, ഈ മരിച്ച ആൾക്ക് വേണ്ടി. മരിച്ചില്ല, പിന്നെന്താ ഞാൻ ഹജ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഒരാളോട് അയാളുടെ ഒരടുത്ത കുടുംബം എന്ന് പറഞ്ഞ അമ്മായിയാണ്, ഉപ്പാന്റെ പെങ്ങളാണ്. ജീവിതകാലത്ത് ഹജ്ജിന് പോയില്ല, സ്വത്ത് കുറെ ഉണ്ട്. അങ്ങനെ ഒരു വർഷം ഞാൻ അന്ന് ഹജ്ജിന് പോകുന്നുണ്ട്. നിങ്ങൾ പോകുന്ന ആ കൂട്ടത്തിൽ ഞാനും പോരാ എന്ന് പറഞ്ഞു. ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല, എൻ്റെ കൂടെ പോരാൻ വേറെ ആരുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നത്
SYS-ലാണ്. ആയിക്കോട്ടെ, അതിൽ കുറെ ആളുകളില്ലേ, ഞാനതിൽ പോരാ. അങ്ങനെ എൻ്റെ കൂടെ പോരാൻ വേണ്ടി പറഞ്ഞു വെച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കിന് ആ സ്ത്രീ കുളിക്കാൻ പോയിടത്തുനിന്ന് അത് വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. അപ്പൊ ഹജ്ജ് നിറവേറ്റാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ അത് മരിച്ച് അവകാശികൾക്കൊക്കെ വേഗം ഓരി കിട്ടാണ്ട് കിട്ടണം, അവരാവശ്യം അതാണ്. അപ്പൊ ഞാൻ അപരിപ്പെട്ട ഒരാളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഹജ്ജിന് വെച്ചതായിരുന്നു ആ സ്ത്രീ, പക്ഷെ അതിന് കഴിഞ്ഞില്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് മരിച്ചില്ലേ. ഹജ്ജിന് പോകാൻ വേണ്ടി കുറച്ച് സ്ഥലം വിറ്റ് ആ പൈസ കൊണ്ടാണ് ഹജ്ജിന് പോകാൻ വെച്ചത്. ആ പണം ഒരാളുടെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്, നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആളുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്ത. ഞാൻ പറഞ്ഞ പണം അവിടെ ഉണ്ട്, ഇനി അത് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ ഒരാളെ വിട്ടാൽ മതി, പറ്റണ ആരെങ്കിലും ആള്. അപ്പൊ അങ്ങനെ പിന്നെ അവരൊന്നും പറയുന്നില്ല. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനും പോയില്ല, നമ്മളാവശ്യമല്ലല്ലോ, ആ സ്ത്രീയുടെ നിർബന്ധമായ സംഗതിയല്ലേ, ആ നിലക്കാ പറഞ്ഞത്. പിന്നെ അവര് കുറച്ചാൾക്കാരും കൂടി പറഞ്ഞുണ്ടാക്കി, മരിച്ചുപോയില്ലേ, മരിച്ചാൽ പിന്നെ എന്താ നിർബന്ധം, അതുകൊണ്ട് അതൊക്കെ വെറുതെ പറയണം, ഹജ്ജ് ചെയ്യണ്ടെന്ന് പോലും ഒത്തു. അങ്ങനെ ഹജ്ജ് ചെയ്തില്ല. അവര് പൈസ മുഴുവൻ ഓഹരി ചെയ്തെടുത്തു. ഞാൻ പറയുന്ന നാട്ടിൽ നടക്കുന്നൊരു സംഗതിയാ, ആ സ്ത്രീക്ക് നിർബന്ധമായൊരു സംഗതിയായിരുന്നത്, പക്ഷേ ചെയ്തില്ല. മരിച്ചാ പിന്നെ എന്തില്ലല്ലോ എന്നാണ് അവരുടെ ധാരണ. മരിച്ചാ പിന്നെ നിൽക്കാറുണ്ടോ, മരിച്ചാ പിന്നെ നോമ്പുണ്ടോ, അതുപോലെ തന്നെയല്ലേ പിന്നെ ഹജ്ജും. അങ്ങനെയല്ല, മരിച്ച ആൾക്ക് അയാളുടെ ജീവിതകാലത്തിൽ ഇസ്തിത്താഅത്ത് പോകാനുള്ള കഴിവൊക്കെ വന്നു, പക്ഷേ പോയില്ല, എന്തോ കാരണം കൊണ്ട്. അതിൽപ്പെട്ടാണ് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ കെട്ടിക്കാൻ അത് വലിയൊരു സംഗതി വെക്കും. കുട്ടികളെ കെട്ടിക്കേണ്ട, അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ ഹജ്ജിന് പോകാൻ. കുട്ടികളെ കെട്ടിക്കാനാണെങ്കിലോ ലക്ഷങ്ങൾ ചിലപ്പോൾ ചെലവ് വരും. അത് എതിറാക്കുക. കുട്ടികളെ കെട്ടിക്കാളെ യഥാർത്ഥത്തിൽ എതിറല്ല. അങ്ങനെ ഒരു സ്ത്രീധനം കൊടുത്ത് ശീലമാക്കിയപ്പോ അതൊരു ശീലമായി വന്നു. ഇപ്പൊ കുറെയൊക്കെ നിർത്തി വന്നതുകൊണ്ട് ആ ശീലം ഇപ്പൊ കുറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ പണ്ടത്തുമല്ല ആ ശീലം കുറവ് വരുന്നില്ല. 10 പവൻ കൊടുക്കണമെങ്കിൽ തന്നെ വലിയ സംഖ്യ വേണ്ടേ. ഏതായിരുന്നാലും ഞാൻ പറയാം, ഇങ്ങനത്തെ വീടുകളൊക്കെ പറഞ്ഞ് ഹജ്ജിന് പോവാതെ പിന്തിച്ചു കിടക്കും. അപ്പൊ ഹജ്ജ് നിർബന്ധമായി ഓൻ്റെ ഒരു കടബാധ്യതയായി കിടക്കുന്നു. അള്ളാഹുവിന്റെ കട, സൃഷ്ടികൾക്കുള്ള കടല്ല, അള്ളാഹുവിനുള്ള കടല. ഇത് മരിച്ച ആളെ തൊട്ട് കഴിവുള്ള സമയത്ത് ഹജ്ജിന് പോയില്ല എന്നാ പിന്നെ അവന്റെ തെരിക്കത്തിൽ നിന്ന്, അതായത് അവകാശം കൊടുക്കാനുള്ള ആ സ്വത്തിൽ നിന്ന് ഹജ്ജിന്റെ ചെലവ് കഴിച്ചാണ് ഒരാളെ ഹജ്ജിന് പറഞ്ഞേക്കണം. അതനുസരിച്ച് എത്ര ചെലവ് വരും അത് കഴിച്ച് ബാക്കിയുള്ളതേ ഓഹരി വെക്കാനൊക്കെ പറ്റുള്ളൂ. അത് കടബാധ്യതയാണ്. ഇത് മരിച്ച ആൾക്ക് വേണ്ടി ശേഷം ചെയ്യുന്ന ക്രിയകളിൽപ്പെട്ട അമ്പലായിട്ട് കണക്കാക്കേണ്ടത് ഓന്റെ ഫർള. അപ്പൊ അത് വീട്ടണം. ഇങ്ങനെ അല്ലാത്ത അമലുകളൊക്കെ അവൻ ചെയ്യേണ്ടത് അവൻ തന്നെ ചെയ്യാ. ഒരാൾ കുറെ കാലം നിക്കരിച്ചില്ല, എന്നാ അയാൾ മരിച്ചതിന് ശേഷം നിക്കാരെല്ലാം കൂടി ഒരാളെ ഏറ്റെടുത്ത് ഞാൻ വീട്ടിക്കൊള്ളാം നിക്കാരം, അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു സംഗതി അല്ല അത് എന്നാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രബലം.
ഇനി നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ ആ നോമ്പ് അയാൾ അടുത്ത ആൾക്ക്, വാപ്പയോ ഉമ്മയൊക്കെ മരിച്ച മക്കൾക്ക് അവരെ തൊട്ട് ഖളാ കൂട്ടാം എന്ന് ഇമാം ഷാഫി തങ്ങളുടെ ഖദീമായ ഒരു ഖൗൽ അങ്ങനെ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് തഖ്ലീദ് ചെയ്തുകൊണ്ട് അമൽ ചെയ്യാവുന്നതാണ്. ഇത് നോമ്പിലേ ഉള്ളൂ, നിസ്കാരത്തിന് ബാധകമല്ല എന്നാണ് പ്രബലം. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം സുബ്കി തങ്ങൾ അദ്ദേഹത്തിന് ഉമ്മ വഫാത്തായപ്പോ ഉമ്മക്ക് നഷ്ടപ്പെട്ട നിസ്കാരം ഉമ്മക്ക് വേണ്ടി ഖളാ വീട്ടി എന്ന് നാം ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. അപ്പൊ ഫിഖ്ഹിയായ നിയമം അനുസരിച്ച് ഇതിന് പൊതു നിയമം അങ്ങനെ നിസ്കാരമൊന്നും ബദൽ സംവിധാനം പറ്റൂല. പക്ഷേ നിസ്കാരത്തിലും ഇങ്ങനെ പറ്റുമെന്നൊരു ഖൗലുണ്ട് മദ്ഹബിൽ. അത് ലഈഫാണ്, ബലഹീനമാണ്. എങ്കിലും മരിച്ചാളെ തൊട്ടിഞ്ഞിപ്പോ എന്താ കാട്ടുക, അങ്ങനെ നിസ്കാരം ഖളായി പോയില്ലേ, ആ ബലഹീനമായ ഖൗലെങ്കിലും എടുത്തുകൊണ്ട് ചെയ്യാമെന്ന് വെച്ചാണ് ഇമാം സുബ്കി തങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് മദ്ഹബിലെ മുഅ്തമദല്ലെങ്കിലും ആ അഭിപ്രായത്തെ തഖ്ലീദ് ചെയ്തുകൊണ്ട് അനുകരിച്ചുകൊണ്ട് അമൽ ചെയ്താണ്. അങ്ങനെ ചെയ്യാം എന്ന് സുബ്കി ഇമാമിന്റെ ആ പ്രവർത്തനം നമ്മൾ പഠിപ്പിക്കുന്നു. സുബ്കി വലിയ ആളാണ്. ഇമാം സുബ്കി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആൾ എന്ന് വേണം പറയാൻ. എല്ലാ ഇനം അറിവുകളിലും വലിയ അവഗാഹം നേടിയ ആളായിരുന്നു ഇമാം സുബ്കി. അപ്പൊ സുബ്കി ഇമാമിന്റെ ഈ അമൽ അനുസരിച്ച് മരിച്ചുപോയ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അവർക്കൊക്കെ നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ ചിലരൊക്കെ അങ്ങനെ വീട്ടിയിട്ടുണ്ട്, ചെയ്യാം, ഫർളായ സംഗതിയാണ്. ഹജ്ജ് പിന്നെ അവരെ തൊട്ട് വിട്ടുകാരുന്നത് ലഈഫൊന്നുമല്ല, അത് വീട്ടിൽ നിർബന്ധം തന്നെ. ഓരോ സ്വത്തിൽ നിന്ന് അത് കഴിച്ച് ബാക്കിയുള്ളത് തെരിക്കത്ത് സ്വത്തായി കണക്കാക്കപ്പെടും, അവകാശികൾക്ക് വീതിച്ചെടുക്കാൻ. മനുഷ്യന്മാരെ കണ്ടണമെങ്കിൽ അതും കൂട്ടണമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ പതിവുണ്ട്. നമ്മുടെ നാട്ടില് മരിച്ച ആള് മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വെക്കുമ്പോൾ നിസ്കാരത്തിന് മുമ്പ് വിളിച്ചു പറയും, ആർക്കെങ്കിലും വല്ല ബാധ്യത ഉണ്ടെങ്കിൽ എല്ലാവരും പറയണം, മയ്യത്തിനിടയിൽ കടം ബാക്കി വെക്കാൻ പാടില്ല. അതുകൊണ്ട് മരിച്ച ആളുടെ മൂത്ത മകനുമായി അല്ലെങ്കിൽ അനുജനുമായി ഏതെങ്കിലും ബന്ധമുള്ള ഒരാളെ പറയും. അയാളുമായി ബന്ധപ്പെട്ട് ഇടപാടുകളൊക്കെ വിട്ടേണ്ടതാണ്. ഓ, അത് പറഞ്ഞപ്പോ സലാമത്തായി എന്നാ ജനങ്ങളെ വിശ്വാസം, പടച്ചവനെ പറ്റിക്കണം. എന്നിട്ടോ അയാളെ കൊണ്ടേ മറു ചെയ്തു. കിട്ടാളാള് എന്ന് പറയുമ്പോ അങ്ങനെ നിങ്ങൾക്ക് തരാനുള്ളൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല, രേഖയില്ല. അതുകൊണ്ട് 2 സാക്ഷി രേഖ തെളിവ് വേണം. ഒരാളെ കടം വാങ്ങാൻ പോകുമ്പോ 2 സാക്ഷിയും കൂട്ടിയാ പോലെ. അപ്പൊ 2 സാക്ഷി കൊടുക്കാൻ ഇയാൾക്ക് കഴിയില്ല. പിന്നെ എന്ത് വീട്ടിലാ വിട്ടിയത്? അപ്പൊ ഇവർക്ക് കൊടുക്കില്ല, ഇവർക്ക് ആ ഉള്ള സ്വത്തൊക്കെ ഒരിച്ച് കിട്ടണം. ഇതെല്ലാം കൂടി വീട്ടാൻ നിന്നാൽ ഒരുപാട് കൊടുക്കാണ്ടാവും ചിലപ്പോ. അപ്പൊ ഈ പറച്ചിൽ മാത്രം, ഈ പറച്ചിൽ കൊണ്ട് ഇവരെ രക്ഷപ്പെട്ടു എന്നാണ് ഇവരുടെ ധാരണ. പറച്ചിൽ കൊണ്ട് രക്ഷപ്പെടില്ല, പറഞ്ഞ മാതിരി ചെയ്യൽ കൊണ്ട് രക്ഷപ്പെടും. അപ്പൊ ഏതായിരുന്നാലും മരിച്ച ആൾക്ക് ഹജ്ജ് ഫർളായ ആളായിരുന്നെങ്കിൽ അയാളെ ഹജ്ജ് ഉംറ ഇത് 2 നിർബന്ധമായ സംഗതിയാണ്. ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ സ്വത്തിൽ നിന്ന് ആവശ്യമായ സംഖ്യ എടുക്കാം. സംഖ്യ എടുക്കാനില്ല, മരിച്ച എടുക്കുമ്പോൾ പറമ്പ് ഉണ്ടെന്നുള്ളൂ, മരിച്ചു നോക്കുമ്പോൾ പൈസ ഒന്നുമില്ല. എന്നാൽ 1 സെന്റ് വിറ്റാൽ തന്നെ ചിലപ്പോൾ ഹജ്ജിനും അതിൻ്റെ അപ്പുറം ഉണ്ടാവും. ടൗണിലൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നല്ല വില കിട്ടും.
അല്ലെങ്കിൽ ഹജ്ജിനാവശ്യമായി എത്ര വിൽക്കണം, അത് വിറ്റിട്ടെങ്കിലും പോണം. പൈസ ഇല്ലാതെ പറ്റില്ല. ഏതുപോലെ തന്നെ ജീവിച്ചിരിപ്പുള്ള ആള് തന്നെ കണ്ടമാനം പറമ്പുണ്ട്, അയാൾക്ക് പൈസ ഇല്ല, എന്ന് നോക്കിയാലും ഹജ്ജിന് പോകാൻ പൈസ ഇല്ല, പറ്റൂല. അയാൾക്ക് ഹജ്ജിന് പോണം. അപ്പൊ ആ പറമ്പ് എത്ര ഭാഗം വിറ്റ ഹജ്ജിന് പോകാൻ പറ്റും, അത്ര വിറ്റിട്ട് ഹജ്ജിന് പോകണം. അങ്ങനെ നോക്കുമ്പോ ഹജ്ജ് നിർബന്ധമില്ലാത്ത ആളൊന്ന് വന്ന പറയും. താമസിക്കാൻ പറമ്പുള്ളവരൊക്കെ, പറമ്പിനൊക്കെ നല്ല വിലയുള്ള കാലല്ലേ, 2 സെന്റ് വിറ്റാൽ ചിലപ്പോൾ അയാളുടെ ഹജ്ജും ഉംറയും അതിൻ്റെ അപ്പുറമൊക്കെ തീരും. പക്ഷെ അത് കൊടുക്കൂല. അതെന്താ, നമ്മൾ ശേഷം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഇതാണ് ചിന്ത. അയാളെ വാപ്പായിരിക്കുമ്പോ അയാൾക്ക് ഒന്നും ഉണ്ടായില്ല, പിന്നെ അയാൾ ഉണ്ടാക്കിയതോ, അതാ ഓർമ്മ അയാൾക്കില്ല. ദുന്യാവ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ. അള്ളാഹു തആല ചിലപ്പോ നേരത്തെ അവരെ പിതാക്കൾക്ക് തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോ അങ്ങനെ ആദ്യകാലത്തൊന്നും കയ്യിലില്ലാത്തവർ പെട്ടെന്ന് ഒരു കച്ചവടത്തിലോ മറ്റോ അള്ളാഹു തആല നല്ല ബർക്കത്ത് ചെയ്തു കൊടുത്തു, പണക്കാരായി. അങ്ങനെയുണ്ട്. അതല്ലെങ്കിൽ ഓന ഹജ്ജിന് പോകേണ്ട കാര്യം നിർവഹിക്കാൻ ആവശ്യമായ പണം പോകേണ്ട സമയമായപ്പോക്കിനോട് ഒത്തുകൂടി. അങ്ങനെയുണ്ട്. അള്ളാഹു എങ്ങനെ ഉദ്ദേശിച്ച് നമുക്ക് അറിയില്ലല്ലോ. വലിയ ഹജ്ജിന് പോകാൻ ആശയുള്ള ആളുകൾ അങ്ങനെ ആശിച്ചുകൊണ്ട് നിൽക്കുമ്പോ അള്ളാഹു ചില വഴിയാണ് തുറന്നു കൊടുക്കും. അവർ ഹജ്ജും ഉംറയൊക്കെ ചെയ്യും, അതിന് അള്ളാഹു തൗഫീഖ് കൊടുത്തു. ചിലർക്ക് ഈ പണമൊക്കെ ഉണ്ടായിട്ട് പോകാൻ കഴിഞ്ഞില്ല, എന്തോ കാരണം കൊണ്ട്. അവസാനം ദീനിയായ ബോധമുള്ള ആരെങ്കിലും ഈ അവകാശികളിൽ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഹജ്ജ് ചെയ്തിട്ടില്ല, അത് ചെയ്യിക്കണം എന്നിടത്തേക്ക് അപ്പോഴേ എത്തുള്ളൂ. അപ്പൊ ഇനി ഫറളായ ഹജ്ജും ഒക്കെ ചെയ്ത ആളാണ്, അയാൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഉംറ ചെയ്യാം. ഇങ്ങനൊക്കെ പരിപാടി ഉണ്ട്. ഹജ്ജിന് പോയ ആൾക്കാർ അവിടെ എത്തിയിട്ട് സ്വന്തം നഫ്സിന്റെ ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞതിന് ശേഷം മരിച്ച വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഇങ്ങനെ ഉംറകൾ അങ്ങനെ ചെയ്യും. ഒരു കൊല്ലത്തിലെ ഹജ്ജ് ഒന്ന് തന്നെയാണ് നടക്കുള്ളൂ. ഉംറ എത്ര നടക്കും, ഇതിന് പ്രത്യേക സമയമൊന്നുമില്ല, ഏത് സമയത്തും ഉംറക്ക് പറ്റും. അപ്പൊ അത് വിചാരിച്ചിട്ട് കുടുംബത്തിലെല്ലാവർക്കും മരിച്ചുപോയക്കൊക്കെ കിടക്കട്ടെ ഉംറ വിചാരിച്ച് അങ്ങനെ ഉംറ ചെയ്യാൻ പറ്റുമോ? അവിടെയും നമുക്ക് ഷാഫി മദ്ഹബിൽ വിശദീകരണം ഉണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദ്ഹബ് മരിച്ചുപോയവർക്ക് വേണ്ടി കുറെ ഫർള് നേരത്തെ വീട്ടിക്കണം, പിന്നെ ഓർക്ക് സവാബ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ തൊട്ട് ഹജ്ജും ഉംറയും ചെയ്യണമെങ്കിൽ അവർ നേരത്തെ വസിയ്യത്ത് ചെയ്യണം. മരിക്കണതിന് മുമ്പ് നേരത്തെ ഹജ്ജും ഉംറയൊക്കെ ചെയ്ത ഒരാളാണ്. അയാൾ പറഞ്ഞു, കുട്ടികളെ, ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ഉംറ ചെയ്യണം. ഇത് വസിയ്യത്താ, ഇപ്പൊ വസിയ്യത്ത്. ഒരു വസിയ്യത്തും സംഗതിയൊന്നും കൂടാതെ അയാൾക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യാം. അവിടെ നിന്ന് വിശദീകരിച്ച് മനസ്സിലാക്കാനുണ്ട് വിശദമായിട്ട്. അയാൾക്ക് വേണ്ടി ഉംറ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇഹ്റാം ചെയ്യുമ്പോൾ തന്നെ നവൈത്തുൽ ഹജ്ജ അല്ലെങ്കിൽ നവൈത്തുൽ ഉംറത വഹറംതു ബിഹാ ലിഫുലാൻ, ഇന്ന ആൾക്ക് വേണ്ടി എന്ന് അവിടെ തന്നെ കൂട്ടി പറയണം. അപ്പൊ നവൈത്തുൽ ഉംറത വഹറംതു ബിഹാ ലി അബി, എൻ്റെ വാപ്പാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി, അങ്ങനെ പറയുമ്പോഴാണ് അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഉംറ ആകുന്നത് അല്ലെ ഹജ്ജാകുന്നത്. അതൊന്നുമില്ലാതെ ഞാൻ തന്നെ സ്വന്തം ഒരു ഉംറാണ്ട് ചെയ്തു. ഞാൻ ഫർളൊക്കെ നേരത്തെ വീട്ടിയാളാണ്, ഇപ്പൊ ഒരു ഉംറ ചെയ്തു. എന്നിട്ട് ഉംറയുടെ അമലൊക്കെ കഴിഞ്ഞൊരു പടച്ചോനെ, എൻ്റെ ഉംറയുടെ അമല്, എൻ്റെ സവാബ്, അതിന് നീ സവാബ് തരണേന്ന് ആദ്യം ചേർക്കണം. കാരണം നമ്മൾ ചെയ്ത അമലിനൊക്കെ സവാബ് എന്നാണൊന്നും അള്ളാഹ്ക്ക് രുചിയൊന്നുമില്ല. അപ്പൊ അള്ളാഹിനോട് യാചിക്കുക, ചോദിക്കുക.
എന്നിട്ട് ആ സവാബിനെ പഠിച്ചവനെ എൻ്റെ ഉപ്പാർക്ക് അല്ലെ എൻ്റെ ഉമ്മാക്ക് നീ ചേർത്തി കൊടുക്കണമെന്ന് ദുആക്ക. അതിലിപ്പോ തർക്കമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. അതൊന്നുമില്ലാതെ അവരെ പേരിൽ ഉംറ ചെയ്യണമെങ്കിൽ അവരയാത്ത് കാലത്ത് അവർ നമ്മളോട് വസിയ്യത്ത് ചെയ്തിരിക്കണം. ഇത് മനസ്സിലാക്കാതെ ചിലരൊക്കെ അവിടെ എത്തുമ്പോൾ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി കണ്ടിട്ട് അങ്ങനെ ചെയ്യും. അതുപോലെ സ്വന്തമായി തന്നെ നിയത്ത് ചെയ്ത് അമല് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി അതിന്റെ സ്വഭാവം എത്തിക്കാൻ വരണാ മതി, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യാസ രീതി അവിടെ മനസ്സിലാക്കണം എന്നപ്പോ ഞാൻ പറഞ്ഞത്. മരിച്ചുപോയവർക്ക് വേണ്ടി ഓലെ ഫർള് വീട്ടിയില്ലെങ്കിൽ പിന്നെ ഓർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൽ ഫർള് തന്നെ. അത് അവരെ സ്വത്തും തന്നെ അതിന് ഏതുണ്ടെങ്കിൽ ഒരു സ്വത്തുണ്ടെങ്കിൽ അത് തന്നെ എടുത്ത് ചെയ്യാൻ ഇസ്ലാം പറയുന്നുണ്ട്. കാരണം അയാൾ കഴിവുണ്ടല്ലോ. നേരെ മറിച്ച് അയാളെ ജീവിതകാലത്ത് അയാൾ ഫറളൊക്കെ വീട്ടിയാളാണ്. അയാൾക്ക് കൂടുതൽ സ്വഭാവം കിട്ടാൻ വേണ്ടി അയാളെ തൊട്ട് ഹജ്ജോ ഉംറയോ ചെയ്യുമ്പോൾ ജീവിതകാലത്ത് വസിയ്യത്ത് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി എന്ന നിയ്യത്തിലല്ല നമ്മൾ ചെയ്യുന്നത്, സ്വന്തമായി ഒരു ഉംറ ചെയ്യാം. എന്നിട്ട് അതിന്റെ സവാബിനെ അവരിലേക്ക് സദഖ ചെയ്യാം. അത് നമുക്ക് എല്ലാത്തിലും പറ്റുമല്ലോ. ഇപ്പൊ സദഖ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളല്ലേ ചെയ്യുന്നത്? സദഖ നമ്മളെ ബെൽറ്റ് നമ്മളെ പൈസത്ത് കൊടുക്കുകയാണ്. പക്ഷെ ആ സദഖന്റെ സവാബിനെ നമ്മൾ ആരിലേക്ക് കൊടുക്കുന്നു? ആ മരിച്ച ആളിലേക്ക്. ഇത്ര വിഷയങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ. അത് കൊടുക്കുന്നത് ഇപ്പൊ നേരം അവർക്ക് കൈക്കൊള്ളുന്നില്ല. അവരിലൊക്കെ അതിന്റെ സ്വഭാവമാണ്. ശേഖന് വേണ്ടി നമ്മൾ ഇവിടുന്ന് പല സംഗതി ചിലപ്പോൾ നേർച്ച മൊഹീദ്ദീൻ ശൈഖ് വഫാത്തായിപ്പോയ മൊഹീദ്ദീൻ ശൈഖിന് ആ നേർച്ച സംഖ്യ ആണെങ്കിൽ പൈസ ആണെങ്കിൽ പൈസ, വസ്തു ആണെങ്കിൽ വസ്തു, അതുകൊണ്ടുള്ള നേരെ ഇന്തിഫാ ഫലമെടുക്കലൊന്നും അവർക്ക് നടക്കൂല. മരിച്ചുപോയില്ലേ, പിന്നെന്താ അവർക്ക് കിട്ടുക? നമ്മൾ സദഖ ചെയ്തതിന്റെ സവാബ് അവരിലേക്ക് കിട്ടും. അപ്പൊ എന്ന പോലെ നമുക്ക് ഉംറ ചെയ്തതിന്റെ സവാബിനെ എൻ്റെ ഉപ്പാന്റെ ഹദറത്തിലേക്ക് ഉമ്മാന്റെ ഹദറത്തിലേക്ക് എത്തിക്കാൻ അങ്ങനെ ദുആ ചെയ്യാം. അത് പറ്റുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ചില സുന്നത്തായ അമലുകൾ ഇങ്ങനെ മരിച്ചുപോയവർക്ക് വേണ്ടി ഈസാല് സവാബ് കൊണ്ട് ദുആ ചെയ്ത് നമുക്ക് അമൽ ചെയ്യാം. ഫർളായ ഉംറയും ഹജ്ജും ഒക്കെ ആവുമ്പോ അതുപോലെ വസിയ്യത്തൊന്നും ഇല്ലെങ്കിലും പോലെ തെരീഖത്ത് സ്വത്തിൽ നിന്ന് ആ കാര്യം ചെയ്യിക്കാനുള്ള സംഖ്യ കഴിച്ച് ബാക്കിയുള്ളതേ വീതിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതത്രയും കർശനമാണ്. മയ്യത്തിന്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സദഖകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ മരിച്ചവർക്ക് വലിയ ഫലം ചെയ്യുന്ന ഒന്നാണ് സദഖത്തുൻ ജാരിയ. ഒരു സദഖാണ് കൊടുത്തു, അതിന്റെ കൂലി അല്ലാഹു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്തു, അതോടുള്ളത് കഴിഞ്ഞു. അങ്ങനെയല്ല, ആ സദഖ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതില്ല, അതാ സദഖത്തുൻ ജാരിയ. അതിൽപ്പെട്ടാണ് വഖഫ്. അപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലത്ത് പള്ളികളിൽ നടക്കുന്ന ദർസിന് ആരെങ്കിലൊക്കെ മരിച്ചു പോയതിന് ശേഷം സ്വത്തുള്ള ആളുകൾ അവരെ അവകാശികളെല്ലാം കൂടി വാപ്പ മരിച്ചു, ഇത്രയും സ്വത്തൊക്കെ ഉപ്പുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇത് കുറച്ച് ഭാഗം നമ്മൾ പള്ളിയിൽ നടക്കുന്ന ദർസിന് ഒപ്പാക്കുക. അങ്ങനെ ചെയ്യുന്നത് പതിവ് പണ്ടുണ്ടായിരുന്നു. അന്നിപ്പോ എല്ലാ പള്ളിയിലൊന്നും ദർസില്ല, ദർസ് വെക്കാൻ കഴിയില്ല. കാരണം വീട്ടുകാർക്ക് ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്കാൻ തന്നെ കഴിയുന്നവർ നന്നായി കുറവായിരിക്കും. ഒരു മഹല്ലിൽ കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് പിന്നെ ഒരു മുത്തഅല്ലിമിനായിട്ടൊന്നും കഴിയില്ല എന്ന നിലക്ക് ദർസിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വീട്ടുകാർ കുറയും.
അപ്പൊ അങ്ങനത്തെ ചില പൂർവീക സ്ഥലങ്ങളുണ്ട്. ദർസ് അവിടെ ഉണ്ടായിരുന്നു. ആ ദർസൊക്കെ നടക്കണ ഇങ്ങനെ ഓരോരുത്തർ വഖഫ് ചെയ്തിട്ടാ. കുറച്ച് സ്വത്തുള്ള ആളുകൾ മരിക്കുമ്പോൾ ആ സ്വത്തിൽ നിന്ന് കുറച്ചു ഭാഗം ഈ വിഷയത്തിലേക്ക് നീക്കി വെക്കും. കാവനൂർ തവരാപ്പറമ്പ് ദർസിൽ ഉള്ള വരുമാനം അങ്ങനെയായിരുന്നു. ഞാൻ അവിടെ ഒരു കൊല്ലം ദർസ് നിന്നിട്ടുണ്ട്. ദർസിലേക്കുള്ള വരുമാനം പണ്ട് മരിച്ചുപോയ ആൾക്കാരുടെ അവകാശികൾ അവരെ സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ ഒരു വിഹിതം ദർസ് പറഞ്ഞു വഖഫ് ചെയ്ത് വെക്കും. അത് വലിയ ഒരമലാണ്. കാരണം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ. എത്ര കാലം അതിൽ നിന്ന് ഈ ദർസിലേക്ക് ഇങ്ങനെ വരുമാനം കിട്ടുന്നോ അപ്പോഴൊക്കെ സദക്ക ഇങ്ങനെ ഇറക്കുക. അതുകൊണ്ടായി വഖഫിനെ കുറിച്ച് സദഖത്തുൻ ജാരിയത്തുൻ നടന്നുകൊണ്ടേയിരിക്കുന്ന സദക്ക എന്ന് പറയാൻ കാരണം അത് വലിയ പുണ്യമുള്ള സംഗതിയാണ്. കഴിവുള്ള ആളുകൾ മരിക്കുമ്പോൾ അവരെ മക്കൾ ശ്രദ്ധിക്കണം. ബാപ്പ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ സ്വത്തൊക്കെ. ഇതെല്ലാം കൂടി നമ്മൾ എടുക്കണേ ഭാരം എന്ന് കുറച്ച് ഭാഗമെങ്കിലും. ടൗണിലൊക്കെ കെട്ടിടങ്ങളുള്ളവർ ആ കെട്ടിടത്തിന്റെ വരുമാനങ്ങളൊക്കെ മരിച്ചുപോയ ആൾക്കാരുടെ അവകാശികൾ എടുക്കുകയാണ്. പക്ഷെ കുറച്ച് ഭാഗമെങ്കിലും അത് ദർസിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് അല്ലെങ്കിൽ മദ്രസയിലേക്ക് ഇങ്ങനെ സ്ഥിരമായവർക്ക് കിട്ടാനാണ് വഖഫ് ചെയ്യണത്. അല്ലെങ്കിൽ സ്ഥിരാവൂല. കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ അത് വിൽക്കലല്ലത് തോന്നിയാൽ വിൽക്കും. വഖഫാകുമ്പോൾ പിന്നെ ആ വിൽപ്പന നടക്കില്ല. അപ്പൊ സ്ഥിരമായി ഇവിടെ നിൽക്കാൻ വേണ്ടി പഴയ കാലത്ത് ചെയ്യൽ ഇങ്ങനെ വഖഫ് ചെയ്യലാണ്. ഏതായിരുന്നാലും കൊടുക്കുന്ന സമയത്തുള്ള ഒറ്റമല കൊണ്ട് കഴിഞ്ഞില്ല. അത് പിന്നെയും അമലയും കൊണ്ടേ നിൽക്കുക. വഖഫാവുമ്പോ അങ്ങനെ എല്ലാം വഖഫിന് പറ്റൂല. അതിന്റെ വസ്തു നഷ്ടപ്പെടാതെ അതിന്റെ ഉപയോഗം നടക്കണം. അപ്പോഴേ വഖഫ് അറിയുള്ളൂ. അതുകൊണ്ടൊരു സോപ്പ് ഹൗദുമ കൊണ്ടേച്ചു ബോധക്കാൻ പറഞ്ഞ ആളുകൾക്ക് കാലും കയ്യൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്താണ് ഈ സോപ്പ് പറഞ്ഞാൽ പറ്റൂല. അതുകൊണ്ട് ആ സോപ്പിന്റെ ഉപയോഗത്തോടുള്ള ആ സോപ്പ് അങ്ങനെ തേഞ്ഞു പോയില്ലേ. ഈ വസ്തുവിന് ഒരു കേടും പറ്റാതെ ഇങ്ങനെ നിൽക്കണം. ഉപയോഗിച്ചു വെച്ചിട്ട് കേടില്ല. തീയമ്മനാളിൽ നിൽക്കണമെന്നല്ല. അത് ഏത് സാധനം ഒരു കാലാഹരണം കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. ഉപയോഗം കൊണ്ട് നശിച്ചു പോകരുത്. അതാണ് വഖഫാവുക. അപ്പൊ അതിങ്ങനെ നിലനിൽക്കുമ്പോൾ ഉപയോഗം ഇങ്ങനെ നടക്കും. ആ ഉപയോഗത്തിനൊക്കെ ഈ മയ്യത്ത് ആയ മരിച്ചുപോയ ആൾക്ക് സവാബ് കിട്ടും. കാരണം അതൊക്കെ ഇതിന്റെ സദക്ക ഇങ്ങനെ നടന്നു കൊടുക്കുക. അല്ലെ, ഇപ്പൊ തോട്ടം, ആ തോട്ടത്തില് ഉണ്ടാകുന്ന പഴം ചിലപ്പോ എല്ലാ കാലത്തും പഴം കഴിക്കണതാണ് നിൽക്കുക. അങ്ങനെ അധികം ഉണ്ടാവില്ല. പഴങ്ങൾക്കൊക്കെ ഒരു സീസണാണ്. കൊല്ലത്തിൽ ഒരു വട്ടം മാത്രം കഴിക്കും. അങ്ങനത്തെ പഴങ്ങളുണ്ട്. കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രമേ കഴിക്കുള്ളൂ, പിന്നെ കഴിക്കൂല. അങ്ങനത്തെ ഉണ്ട്. അതല്ല എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുണ്ട്. ഏതായിരുന്നാലും ആ തോട്ടം ഇങ്ങനെ നിലനിൽക്കണ കാലത്തോളം അതിന്റെ വരുമാനം ഇങ്ങനെ നടന്നു കൊടുക്കും. അതൊക്കെ നമ്മൾ എന്തൊന്നിനും വഖഫ് ചെയ്തു അതിലേക്കാണ് അതിന്റെ വരുമാനം പോകുന്നത്. അപ്പോൾക്ക് എന്നും വലിയ എന്തല്ലേ സമൃദ്ധി തന്നെ. കറാച്ചി ബാപ്പു ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അദ്ദേഹം കറാച്ചിയിൽ നിന്ന് സമ്പാദിച്ച വലിയ സമ്പാദ്യം ഒന്നിച്ച് അദ്ദേഹം കൊടുത്തതാണ് പട്ടിക്കാട് ജാമിയ നൂരിയ എന്ന സ്ഥാപനത്തിൽ. എന്ന പോലെ കേരളത്തിൽ വാഴക്കാട് ദാറുൽ ഹുദ എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ മുമ്പ് അത് അവിടെ കൊയപ്പത്തുടി അഹമ്മദ് കുട്ടിയാച്ചി എന്നൊരാള് അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടമാനം വഖഫ് ചെയ്താണ്. പക്ഷേ പിന്നെ അതിന്റെ അവകാശികളും
അതിന് നേതൃത്വവും കൊടുത്തിരുന്ന ആളുകളൊക്കെ സുന്നത്ത് ജമാഅത്തിന് പോയി. നമ്മുടെ പ്രാസ്ഥാനികമായ സംഘടനകളൊന്നും അന്ന് നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ആർക്കും ഒരു പിടുത്തവും കിട്ടില്ല. അതൊക്കെ ഇതിൻ്റെ ആളുകൾ കൈവശം വെച്ചു പോന്ന് ഇപ്പൊ ഒക്കെ പറ്റേ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെ പണ്ട് കാലം മുതലേ സൂക്ഷിച്ചു പോകുന്ന സ്ഥലങ്ങൾ അങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥലമുണ്ട്. അതേപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അദ്ദേഹത്തിന് നിന്ന് അദ്ദേഹം ചെയ്ത അമൽ പൂർണ്ണമായി കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ ഉഖറവിയായ ജീവിതത്തിൽ വലിയ ഗുണം കിട്ടുന്ന സംഗതികളാണ്. മരിച്ചതിന് ശേഷം ചെയ്തതല്ല, അയാൾ മരണത്തിന് മുമ്പ് അയാളെയും ചിലപ്പോൾ ചെയ്തു വെച്ചതാ. എൻ്റെ മക്കളോ മക്കളോ ഒന്നും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യൂല എന്ന് കാലയെ കൂട്ടി കാണും ചില ആളുകൾ. അപ്പൊ അവര് ഏതെങ്കിലും ഭാഗം സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒക്കെ വിട്ടുകൊടുക്കും. ആർക്കോട്ട് കൊടുത്തതുമില്ല, അയാൾ ചെയ്തതുമില്ല, മക്കളും ചെയ്തില്ല. അയാൾ ഇത്രയും സമ്പാദിച്ച് എന്ത് ഫലം? ഒരു ഫലവും കിട്ടിയില്ല. അപ്പൊ ഇതൊരു തൗഫീഖാണ്, അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും ആ സംഗതികളെല്ലാം മരിച്ചവർക്ക് നാളെ ഫലം കിട്ടുന്ന അമലുകളാണ്. ഇനിയും ധാരാളം അമലുകൾ ഇങ്ങനെ ഉണ്ട്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, എൻ്റെ ഉമ്മ മരിച്ചു നബിയെ, ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ റസൂലുള്ളാഹി അൽ മാഉ, വെള്ളം, ജനങ്ങൾക്ക് വെള്ളം കൊടുക്കും. അത് വലിയ സംഗതിയാണ്. ഇപ്പൊ എല്ലാ രാജ്യത്തും എവിടുന്ന് വെള്ളം കിട്ടും, അതൊരു വിഷയമല്ല. ഇപ്പൊ പഴയ കാലങ്ങളിലൊക്കെ കുടിക്കാൻ വെള്ളം കിട്ടാന്, കന്നുകൾക്ക് കാലികൾക്ക് വെള്ളം കുടിക്കാനും ഒക്കെ പ്രത്യേകം ചില സ്ഥലങ്ങൾ ചിലത് സൗകര്യപ്പെടുത്തും. കുടിക്കാൻ തന്നെ വെള്ളം വെക്കും. ഒരു പിന്നെ മണ്ണിന്റെ പാത്രം വെച്ച് തണുത്ത വെള്ളം മൂടിയും വെച്ച് അതിന് മുക്കിയെടുക്കാനുള്ള ഒരു കയ്യിലും അവിടെ വെച്ച് കുടിക്കാനുള്ള ഗ്ലാസോ പാട്ടയോ വെച്ച് അങ്ങനെ ഉണ്ടാവും. പഴയ കാലത്തെ ഞാൻ പറഞ്ഞു, ഇപ്പൊ അതൊക്കെ പോയി. അപ്പൊ അന്ന് വെള്ളം വലിയ സംഗതിയാണ്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ പേരിൽ ഒരു കിണർ കളിച്ചു ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു. ബീറു ഉമ്മി സഅദ് എന്നാണ് അതിന് പേരുണ്ടായത്. സഅദ് റളിയല്ലാഹുവിന്റെ ഉമ്മാന്റെ പേരിൽ ഉള്ള കിണർ എന്നതിനർത്ഥം. അപ്പൊ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത് പണ്ടേ ഉണ്ട്. കിണറാണ് കളിച്ച് വെള്ളമായല്ല, പോരാനുള്ളൊരു പാത്രവും ഉരുളും കയറും ഇതൊക്കെ വെച്ചാൽ ആവശ്യക്കാർക്ക് വെള്ളം കോരിയെടുക്കാം. കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കാനായുള്ള സംവിധാനം അതും ഉണ്ടാകാറുണ്ട്. അതൊക്കെ സവാബുള്ള സംഗതിയാണ്. മനുഷ്യന്മാർക്കല്ല, കാലികൾക്ക് കൊടുത്തിട്ട് എന്ത് കാര്യമെന്ന് പറയണ്ട, കാലികൾ കൊടുത്തോളം കാര്യമാണ്. അതാണ് തുഹ്ഫയിൽ തന്നെ ഇബ്നു ഹജർ പറഞ്ഞു കാണും, ഒരു കൃഷി നടത്തുക എന്ന് പറഞ്ഞാൽ ആ കർഷകർക്ക് ഒരുപാട് ജീവികൾക്ക് സദഖ ചെയ്ത കൂലി കൂടി കിട്ടും. കൃഷി നടക്കുമ്പോഴേ നടക്കുള്ളൂ. ഒരു കൃഷി ഇടമാണെങ്കിൽ എപ്പോഴും ആ പാടത്ത് വെള്ളം ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ കാക്കകൾക്ക് വെള്ളം കുടിക്കാൻ, വല്ല നായ പൂച്ചയൊക്കെ വരുന്നെങ്കിൽ ഐറ്റങ്ങൾക്കും വെള്ളം കുടിക്കാൻ വെള്ളം എല്ലാവർക്കും ആവശ്യമുള്ള സംഗതിയല്ലേ, മനുഷ്യർക്ക് മാത്രമല്ലല്ലോ. അതൊക്കെ ഗുണമാണ്. കൃഷി തന്നെ വേണ്ടെന്ന് വെച്ച് നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയാൽ മതി വെച്ചാലോ ആ സദഖ ഒന്നും നടക്കൂല. കർഷകർക്ക് കിട്ടുന്ന വലിയ കൂലിയാണ്. അവർക്ക് നെല്ല് കിട്ടുന്നതിന് പുറമെ
അവർ കൃഷി കൊണ്ട് ജീവിക്കുന്ന ഉത്തരണ്ട്. എത്രയോ തത്തകൾക്ക് നിങ്ങൾ കൃഷി നടത്തിയത് കൊണ്ട്, അതുപോലെ പല പക്ഷിവർഗങ്ങൾക്കും, ചിലപ്പോൾ കാക്ക, അവരൊക്കെ ഈ നെൽകൃഷി അതിൻ്റെ കതിര് മുറിച്ചു കൊണ്ടുപോയിക്കൊണ്ടാണ് അവരെ റിസ്ക് കേൾക്കുന്നത്. അവിടെ പിന്നെ ഒരു സമ്മതം ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് അനധികൃതമായി തിന്നലല്ലേ ഹറാമല്ലേ എന്ന് ചോദിക്കണ്ട. ഇല്ല, ഹറാമല്ലൊക്കെ നമുക്കാണ് അല്ലാഹു വെച്ചിട്ടുണ്ട്, പക്ഷികൾക്ക് അങ്ങനെ വെച്ചിട്ടില്ല. അവർക്കതൊക്കെ തിന്നാ, അതൊക്കെ വെച്ച് ബാക്കിയുള്ളതേ കർഷകരായ നമ്മൾ വിട്ടുള്ളൂ. അതിൽ യാതൊരു കുഴപ്പമില്ല എന്നല്ല, അവരാ തിന്നുന്നതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സദഖയായി കണക്കാക്കപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് വലിയ പുണ്യമുള്ള അമലാകുന്നു എന്ന് പറഞ്ഞു വെച്ച് ബാക്കിയുള്ള സംഗതി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് പറയാം. ഇപ്പോ എന്തോ സംശയം നിവാരണം പറഞ്ഞല്ലോ, എന്തായിരുന്നു ചോദ്യം? കഫൻപുടയിൽ മൈലാഞ്ചി ഇടുന്നതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? കഫൻപുടയിൽ മൈലാഞ്ചി ഇടുന്നത് സംബന്ധിച്ച് ഇമാം സുയൂത്തി തങ്ങളുടെ അൽ ജാമിഉ സഗീർ എന്ന ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് കാണാം. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുബ്റാനി ഉദ്ധരിച്ച ഹദീസാണ്. അലൈക്കും ബിൽ ഹിന്നാ, നിങ്ങൾ മൈലാഞ്ചി ഉപയോഗിച്ചോളൂ. ഫഇന്നഹു യുനവ്വിറുക്കും ഫി റൂസിക്കും, തലയിൽ അത് പ്രകാശമുണ്ടാക്കി തരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വയസ്സായ ആൾക്ക് മുടിയൊക്കെ നരക്കുമ്പോൾ, താടി മുടിയൊക്കെ നരക്കുമ്പോൾ നരച്ച ഭാഗം മൈലാഞ്ചിടൽ സുന്നത്താണ്. അതാണ് അപ്പറഞ്ഞത്. പിന്നെ പറയുന്നുണ്ട് ഉഫീ ഖുബൂരിക്കും, നിങ്ങളെ ഖബറുകളിലും നിങ്ങൾക്ക് നൂറിന പ്രകാശത്തെ തരും. അപ്പൊ ഖബറിൽ മൈലാഞ്ചി വിതറൽ സുന്നത്താണെന്നും അത് കഫംപടയെ സംബന്ധിച്ച് പ്രത്യേകം വേറെ ഒരു ഉദരണയിൽ അങ്ങനെയുണ്ട്. അപ്പൊ കഫംപടയിലും ഖബറിലും ഒക്കെ മൈലാഞ്ചി വിതറൽ സുന്നത്താണെന്ന ആ അടിസ്ഥാനത്തിലാണ് ചെയ്തു പോരുന്നത്. ചില രാജ്യങ്ങളിൽ അതൊരു അമലാണ്. ഇപ്പൊ ചാവക്കാട് ഏരിയയിലൊക്കെ മരിച്ചാളുടെ ഖബറിലും മൈലാഞ്ചി ഇങ്ങനെ വിതറും, കഫംപടിയിലെങ്കിലും വിതറും. അത് പുണ്യകരമാണെന്ന് ആ ഇമ്മത്ത് പറഞ്ഞതിനെ വെളിച്ചത്തിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത്. അൽ ജാമിഉ സഗീർ എന്ന ഗ്രന്ഥത്തിന്റെ ഒരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനത്തിൽ വിശദമായി ഈ ഹദീസ് പറഞ്ഞപ്പോൾ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില നാടുകളിലൊക്കെ നന്നായി നടക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഖബറിന്റെ മേൽ കുത്തുന്ന ചെടി ചിലപ്പോൾ മൈലാഞ്ചിയാവും. പക്ഷെ അതിപ്പോ ഹദീസിൽ പറഞ്ഞതിൽ അങ്ങനെ കാണില്ല. ചെടി കുത്തുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഈ ഏത് വെച്ചായിരിക്കും ആ ചെടി അങ്ങനെ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇതാണ് അത് സംബന്ധമായി വന്നിട്ടുള്ളത്. ഞാൻ ചാവക്കാട് ഭാഗത്ത് വട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ദർശനം നിന്നപ്പോ അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പതിവ് കണ്ടത്. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോൾ വേറെയും പല രാജ്യത്തൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ആ ബഹുമാനപ്പെട്ട ബുഖാറയിലെ ഹിബത്തുള്ള തങ്ങൾ വലിയ ആലിമായിരുന്നു. 4 മദ്ഹബിലും അവഗാഹം നേടിയ ആളാണ്. അവരോട് ഞാൻ ചോദിച്ചു, ഇവിടെ വന്നപ്പോ ഇങ്ങനെ കാണുന്നുണ്ട്, ഞങ്ങളെ നാട്ടിലൊന്നും ഈ പതിവില്ല. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, അത് ഇതിന് അസുറുണ്ട്, ജാമിഉ സഗീറിൽ അത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ജാമിഉ സഗീർ പരിധി അതിൽ നിന്നാണ് ഈ ഹദീസ് കണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം തുബ്റാനി
റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അലൈക്കും ബില്ലിനാവ് ഫഇന്നഹു യുനവ്വിറുക്കും ഫീ റൂസിക്കും വഫീ ഖുബൂരിക്കും. നിങ്ങളുടെ തലകളിലും അത് വലിയ 100 പ്രകാശം ഉണ്ടാക്കും, നിങ്ങളെ ഖബറുകളിലും. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ, ആ ഹദീസിന്റെ വെളിച്ചത്തിൽ ജാമിഅ സഗീറിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അത് കുറച്ച് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈലാഞ്ചി കഫംപടിയിലിടുന്നത് സംബന്ധിച്ചും അവിടെ പറഞ്ഞു കാണുന്നു. ഈ അടിസ്ഥാനത്തിലാണ് പണ്ട് കാലത്തുള്ള ആളുകൾ ഈ അമൽ ചെയ്തു വന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോവിഡ് പോലെയുള്ള രോഗം വന്ന് മരിക്കുന്ന പലരെയും ഖിബിലക്ക് മുന്നിടാതെയാണ് മറവ് ചെയ്യുന്നത്. അതിന് കർമ്മശാസ്ത്രത്തിൽ വല്ല തെളിവുകളുമുണ്ടോ? ഖിബിലക്ക് മുന്നിടാതെ മറവ് ചെയ്യണം അങ്ങനെ നിയമമൊന്നുമില്ല. അത് ശ്രദ്ധിക്കാതെ ഓലായി കബർക്കാൾ തട്ടു, അപ്പൊ വീണതുപോലെ ആവും മാത്രം. എന്നാൽ കോവിഡ് രോഗമായതുകൊണ്ട് ഖിബില കൈക്കൂടാന്ന് അവരെ നിയമവുമില്ല, ആരെ നിയമവുമില്ല. മുസ്ലിമീങ്ങളായ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫിഖിന്റെ നിയമപ്രകാരം ഖിബിലക്ക് തിരിഞ്ഞല്ല മയ്യത്ത് വെച്ചിരിക്കുന്നത് എന്ന് മറമാടൽ കർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോധ്യപ്പെട്ടാലും ഖബർ മാന്തി നേരെ വെക്കണം എന്നാണ്. മയ്യത്ത് തകരാറായിട്ടുണ്ടാവില്ല എന്ന് കണ്ടല്ല. മയ്യത്ത് നമ്മൾ ചീഞ്ഞളിഞ്ഞ് ആയിട്ടുണ്ടെങ്കിൽ ആ പരിധിയിലായ പിന്നെ മാന്താൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് ഇതിലും അങ്ങനെ തന്നെ. ഇതൊന്നും അറിയാത്ത ആളുകളാണ് അതിന്റെ ആളുകൾ വന്ന് പറയുക. ഒരാളെങ്കിലും അതിന് കൂടെ നിർദ്ദേശം കൊടുക്കാൻ കൂടെ ഉണ്ടായില്ല. അതിപ്പോ ഇങ്ങനെ ആകുമ്പോ ആരും ആ വഴിക്ക് പോവില്ല. അവരിന് നേരെ കബർ കൊണ്ടു തട്ടു. അപ്പോഴതൊക്കെ വരിക. നേരെ മറിച്ച് അവരോടൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരതുപോലൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത നല്ല നിൽക്ക് മയ്യത്ത് മറയുക ഏത് കൂടി നമ്മൾ അനുഭവത്തിലുണ്ട്. അതെങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കണം? അവർ മനുഷ്യരല്ലേ, ഇങ്ങനെയൊക്കെ മറയുണ്ട്, അപ്പോൾ അതുപോലെ ചെയ്യും. മയ്യത്തിന് ആഭരണങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് മറവ് ചെയ്യാൻ പറ്റുമോ? അതൊരു ചോദ്യമാണ്. ഖബർ എന്ന് പറഞ്ഞാൽ വഹ്ശത്തിന്റെ ഏകാന്തതയുടെ വീടാണ്. ഒരു ഖബറിലും രണ്ടാളെ കൂട്ടി മറയൂല. ഏകാന്തനായി കിടക്കുന്ന വീടല്ലേ. കാര്യമായിട്ട് മരിച്ചതിനെ പറ്റി പറയുമ്പോൾ തന്നെ അതല്ലേ ഏറ്റവും വലിയ ഭയപ്പെട്ട സംഗതി. ഒരു കല്ലറയിൽ ഒരാൾ ഒറ്റക്ക്, അങ്ങനെയുള്ള മറയേണ്ടത്. ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കിടക്കായിരുന്നു, അതിനടിയാ മരിച്ചത്. അതുകൊണ്ട് മയ്യത്ത് രണ്ടാളും മയ്യത്ത് അങ്ങനെ ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് ആകട്ടെ നോക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ മയ്യത്ത് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഖബറിനെ പറ്റി ദാറുൽ വഹ്ശത്ത്, ദാറുൽ വഹദത്ത്, ഏകാന്തതയുടെ വീട്. പിന്നെ ആരും നേരം പോക്കാക്കാനില്ല. അതാണ് വഹ്ശത്തിന്റെ വീട് എന്ന് പറയാൻ കാരണം. അങ്ങനത്തെ വീട്ടിൽ എന്താ സ്വർണ്ണാഭരണം? അതുകൊണ്ട് സ്വർണ്ണാഭരണം എടുക്കാതെ മറവ് ചെയ്ത് പോയിന്ന് പിന്നെ ബോധ്യപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ ഖബർ മാന്തി അത് എടുക്കാമെന്നാണ് എല്ലാ മദ്ഹബിലും പറയുന്നത്. അതുകൊണ്ട് ഒരാളുടെ വയറ്റിൽ സ്വർണ്ണ വെള്ളി എന്തെങ്കിലും പെട്ടു, അയാൾ പള്ളിയിലുണ്ടത്. പക്ഷേ മരിച്ചതിന് ശേഷം മറവീണ മുമ്പ് അത് എടുക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ എടുക്കണമെങ്കിൽ ഇപ്പൊ അത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കണമല്ലോ. അപ്പൊ കിട്ടാത്തത് കൊണ്ട് അങ്ങനെ വെച്ചു. പിന്നെപ്പോ അത് മാന്തിയ ഖബർ മാന്തിപ്പോ എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും പറഞ്ഞാൽ, വിശ്വസ്തമായി അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവശ്യത്തിന് വേണ്ടി ഖബർ മാന്താമെന്നുണ്ട്. അപ്പൊ ആഭരണങ്ങളൊക്കെ കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആഭരണം എടുക്കാൻ വേണ്ടി മാന്താമെന്ന് വരെ ഫിഖ്ഹിന്റെ കിതാബിൽ പറയാണ്. അപ്പൊ പിന്നെ മയ്യത്തിന്റെ കൂടെ ആഭരണം നമ്മൾ തന്നെ വെച്ചു കൊടുക്കാം. അത് ഈ വഹ്ശത്തിന്റെ ഏകാന്തതയുടെ വീട്ടിൽ ആർക്കും ഉപയോഗപ്പെടാത്ത രീതിയിൽ
അത് കൊണ്ടുപോയി ഇടുന്നത് തെറ്റാണ്, അതുകൊണ്ട് ഹറാമാണ്, അതിന് വലിച്ചെറിയും പോലെയാണ് എന്ന് വരെ പറഞ്ഞവരുണ്ട്. ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതിൻ്റെ ഒരു മറുഭാഗമുണ്ട്. അതെന്താ? ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു സ്ത്രീ ധരിച്ചുകൊണ്ടിരുന്ന ആഭരണം, ആ ആഭരണത്തോടെ ആ പെണ്ണിനെ മറവ് ചെയ്തു എന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന അഭിപ്രായമാണ് ഇമാം ബുൽഖൈനിയിൽ കൊടുത്തത്. അതെന്താ? പെണ്ണിന്റെ സന്തോഷമാണ് പെണ്ണിന്റെ ജീവിതകാലത്ത് അവളുടെ ആഭരണം. ആ സന്തോഷ രൂപത്തിൽ തന്നെ മരിച്ചതിന് ശേഷം ആവട്ടെ. പുതിയ ആഭരണം വെച്ച് കിട്ടുന്നതിനെ പറ്റിയല്ല, നേരത്തെ അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണം മരിച്ചു എന്നുകൊണ്ട് മാറ്റിവെക്കേണ്ടതില്ല എന്നാണ് മൂപ്പര പറഞ്ഞത്. കെട്ടിച്ചേക്കുമ്പോൾ പുതിയ ആഭരണങ്ങൾ കൊടുക്കണം, അതിന് മരിച്ചു പോകുമ്പോൾ കുറെ ആഭരണം കൊടുക്കണമെന്നല്ല, അതാരും പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടില്ല അങ്ങനെ പറഞ്ഞത്. ഇമാം ബുൽഖൈനി പറഞ്ഞ, ബുൽഖൈനിയുടെ കിതാബിൽ മാത്രമല്ല തുഹ്ഫയിൽ ഇബ്ൻ ഹജർ ഇത് സംബന്ധമായി ഇങ്ങനെ പറഞ്ഞെടുത്ത് ഷെർവാനി ഈ ബുൽഖൈനി ഇമാമിനത്തോട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഉദ്ധരിച്ചതിന് ശേഷം പിന്നെ അതിനെ സംബന്ധിച്ച് കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു അമല് ഇവിടെ നമ്മൾ കാണില്ല, പൈസ പോയി, അതുകൊണ്ടാണ് അവര് കാണാത്തത്. മൈലാഞ്ചിനോടത്ത് പൈസ ഒന്നും പോവില്ല. മൈലാഞ്ചിയുടെ കമ്മ പലയിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ പണ്ടിടല്ലേ എവിടെയും കണ്ടില്ല. ഇങ്ങനെ കിതാബിൽ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സംബന്ധമായി ബുൽഖൈനിമാന്റെ കിതാബിലും ഞാൻ കണ്ടു, ഫത്താബ ബുൽഖൈനിയിലുണ്ടത്. ഖബർസ്ഥാനിൽ കാശ് കൊടുത്ത് സ്ഥലം നേരത്തെ നിശ്ചയിക്കാൻ പറ്റുമോ? പൊതുവായ ഖബർസ്ഥാൻ അവിടെ നേരത്തെ ഖബർ കളച്ചിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഷെർവാനി പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഷിയത്തുൽ തുഹ്ഫയിൽ പൊതു ശ്മശാനം ഖബർസ്ഥാൻ ആരുടെയും മംലൂക്കൊന്നുമല്ല, ആരുടെയും മിൽക്കിലും അധീനത്തിലും ഒന്നുമല്ല. അത് വഖഫ് സ്ഥലമാണ്, അല്ലെങ്കിൽ മുസബ്ബലാണ്. മുസബ്ബൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊയിലാണ്ടി കൊല്ലത്തെ മക്കബറ സ്ഥലം, അത് മുസബ്ബൽ എന്നാണ് പറയാം. കാരണം ആരാണ് വഖഫ് ചെയ്തു, അങ്ങനെ വഖഫ് ചെയ്തതാണോ ഒന്നും അറിയണില്ല. പക്ഷെ പണ്ട് കാലം മുതലേ അവിടെ ഈ ഖബർ ഇങ്ങനെ കളിച്ചു പോലല്ലാതെ വേറൊരു സംഗതി നടക്കരുമില്ല. പണ്ട് കാലം മുതലേ ആ ഭൂമിയെ മറവ് ചെയ്തിൽ ഇങ്ങനെ പതിവാക്കി പോകുന്ന സ്ഥലമാണെങ്കിൽ അതിന് മുസബ്ബൽ എന്നാ പറയാം. ഒരാൾ തന്നെ അയാളെ ഉടമയിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു, അയാൾ ഖബർ വെട്ടാൻ വേണ്ടി ഈ സ്ഥലം ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ മൗഖൂഫായി. മൗഖൂഫിനും മുസബ്ബലിനും ഒരേ നിയമമാണ്, രണ്ടിനും ഒറ്റ നിയമമാണ്. അപ്പൊ അവിടെ പറയുന്നുള്ളത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ആദ്യം മരിച്ചവർ ഓരോരോ സ്ഥലം ഓർക്ക് വേണ്ടി വൈകിട്ട് കളിച്ചാലും ഖബർ കളിച്ചാൽ ആ സ്ഥലം വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ആദ്യം ഒരാള് ഖബർ കളിച്ചിട്ടു എന്നതുകൊണ്ട് അതിന്റെ മുമ്പ് തന്നെ അവിടെ അയാൾ മരിച്ചാൽ കുറെ വൈകിപ്പോയി. അതിന്റെ മുമ്പ് തന്നെ ആൾക്കാർ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഇനി ഖബറിന് പുതിയ ഖബർ ഉണ്ടാക്കാൻ തലൂല്ലെങ്കിൽ മരിക്കുമ്പോ മറയ്യാന്ന് വെച്ചിട്ട് ഖബർ ഇങ്ങനെ കളച്ചിട്ട് അവര് ആ സ്ഥലം ഇയാൾക്ക് കൊടുക്കണം, ഈ മരിച്ച ആൾക്ക് കൊടുക്കണം. അപ്പൊ നേരത്തെ ഖബർ കളിച്ച ആൾക്കാർ ചെലവാക്കിയ പൈസ പിന്നെ ഇവര് കൊടുക്കണം, പഴയ ഖബറിന്റെ ആൾക്കാർ കൊടുക്കണം. അപ്പൊ അന്നത്തെ പൈസ കൊടുത്താൽ മതിയാവില്ല. എപ്പോ ഒരു അതുപോലത്തെ ഒരു ഖബർ കളക്കാനുള്ള സ്ഥലമാണ് പൈസ ഇവര് കൊടുക്കേണ്ടത്. പൊതു ശ്മശാനത്തിൽ പൈസ കൊടുക്കാറുള്ള സമ്പ്രദായം ശരിയല്ല, പൈസ വാങ്ങാൻ പാടില്ല. ആദ്യം തന്നെ ഖബർസ്ഥാൻ വഖഫ് ചെയ്ത ആൾക്കാർ അങ്ങനെ നിശ്ചയിച്ചാലും വെച്ച് ചിലപ്പോ അങ്ങനെ ഉണ്ട്, ചില പള്ളികളിലുണ്ട്. പള്ളിയോട് ചേർന്ന് ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ഉണ്ട്, ഒരു മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മറയുണ്ടെങ്കിൽ ഒരു കുറച്ച് പൈസ എന്താ കൊടുക്കണം, അല്ലാത്തവർക്ക് അതിൻ്റെ പുറത്ത് കിട്ടും.
ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചാൽ അതിനു വേണ്ടി കൊടുക്കാം, അത്രേ ഉള്ളൂ. എന്നല്ല അതൊന്നും ഇല്ലാണ്ട് എനിക്ക് പള്ളീൻ്റെ അടുത്ത് കിട്ടണം, സ്ഥലം കിട്ടണം എന്ന് വെച്ച് ഇങ്ങനെ പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ അവർക്കൊക്കെ ഇടങ്ങാറായത്. കാരണം പള്ളി വികസനം വന്നപ്പോൾ ഒക്കെ കൊത്തി മാന്തി, അല്ലെങ്കിൽ അതിന്റെ മുകൾക്കൂടെ തന്നെ കണ്ട് പള്ളി ഉണ്ടാക്കി ഒരു മുറ്റം പറഞ്ഞ സമ്പ്രദായം തന്നെയാണ് പറ്റില്ലാതായിപ്പോയി. പഴയ കാലത്ത് ഖബർസ്ഥാനിന്റെയും പള്ളിയുടെ ചെരുവിന്റെ ഇടക്ക് ഒരാൾക്ക് ഇങ്ങനെ നടക്കാനുള്ള ഇടയുണ്ടാവും. അപ്പൊ എത്ര സ്ഥലത്ത് നമ്മൾ പോയി നോക്കിയാൽ പള്ളിന്റെ സിംഹഭാവവും നിൽക്കുന്ന ഖബറും പുറത്താണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറാൻ കുറച്ചൊന്ന് അകന്നുണ്ടാക്കല നല്ലത്. ഒരു കാലത്ത് പള്ളി ചെറിയ പള്ളിയായിരുന്നു, അന്ന് കുറഞ്ഞ ആളുകളുള്ളൂ. പിന്നീട് 100 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കിന് ആളുകളൊക്കെ കൂടി, പള്ളിയും വലിയ പള്ളി ആവശ്യം നേരിട്ടു. അപ്പൊക്കെ ഈ ഖബറിന്റെ പുറത്തു കൂടെ ഒക്കെ പള്ളി ഉണ്ടാക്കേണ്ടി വരികയാണ്. എത്രയോ സ്ഥലത്ത് ഖബർ പൊളിച്ച് ഖബറിന്റെ ഉള്ളിൽ വല്ല അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാരി വേറെ മറ ചെയ്ത് അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇപ്പം അവിടെ നിൽക്കട്ടെ. ഒരു പ്രധാന വിഷയം അറിയിക്കാനുള്ളത്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു സഹകാരിയും അതിലുപരി നമ്മുടെ വാർത്തകളൊക്കെ സദാസമയങ്ങളിൽ പത്രങ്ങൾക്ക് കൊടുത്ത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു സിറാജ് ഉമർ ഹാജി എന്ന് പറയുന്ന VK ഉമർ ഹാജി കട്ടുപ്പാറ. അദ്ദേഹം വഫാത്തായി, നമ്മോട് ഇവിടെ പറഞ്ഞു. അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല അവന്റെ മഹലായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. ജീവിതകാലത്ത് ചെയ്ത എല്ലാ ഹസനാത്തുകളും അല്ലാഹു തആല നല്ല സവാബ് കൊടുത്ത് കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാവരും അദ്ദേഹത്തിന് മയ്യിസ്കരിക്കണം, ദുആ ചെയ്യണം. അതേപോലെ നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ സഹായം ചെയ്തിരുന്ന ആളും നമ്മുടെ ആശയരംഗത്ത് നമ്മുടെ കൂടെ ഉറച്ചു നിന്ന ഒരാളുമാണ് പുൽപ്പറ്റ സ്വദേശിയായ ഹംസ ഹാജി. അദ്ദേഹം വഫാത്തായി. അർഹമുർ റഹീമിനായ തമ്പുരാൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് വന്നുപോയ അല്ലാഹുക്ക് പൊരുത്തല്ലാത്ത വല്ലസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപുറത്തു മാപ്പായി കൊടുക്കട്ടെ. ചെയ്ത എല്ലാ ഹസനാത്തുകളും അല്ലാഹു വലിയ സവാബ് കൊടുത്ത് കബൂൽ ചെയ്യട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമുക്കും അവർക്കുമൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ ഒരുമിച്ച് കൂടാനുണ്ട്. അല്ലാഹുവിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും അല്ലാഹു നമുക്ക് വിജയം തരട്ടെ. പ്രത്യേകിച്ച് ഹംസ ഹാജിക്കും ഉമർ ഹാജിക്കും അവരുടെ എല്ലാ കടമ്പകളും യാതൊരു പ്രയാസവും കൂടാതെ കടന്നു പോകാൻ ഉള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. എല്ലാവരോടും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.